അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നല്ല മഴയല്ലേ നമുക്ക്? എല്ലായിടത്തും ഉണ്ടോ? നമ്മള് നിലമ്പൂര് അവിടെ ഇടക്കര ചുങ്കത്തരൊക്കെ പോയി വരികയാണ്. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇടവ മാസമായില്ലേ? നല്ലോണം പെയ്തുണ്ട് എല്ലായിടത്തും കൂടെ. ഇങ്ങോട്ട് പോയപ്പോഴൊന്നും വണ്ടി പോരാൻ പറ്റുന്നില്ല. റോഡൊക്കെ വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ കൂടെ വണ്ടി പോകുന്നത്. ഞാൻ വണ്ടിയൊക്കെ എവിടെയൊക്കെ സൈഡാക്കി പോരണ്ടിയിരുന്നു. അത്രയും മഴയായിരുന്നു. പക്ഷെ നമ്മളിവിടെ എത്തി മഴ ആസ്വദിക്കാന്ന് കരുതിയപ്പോ ഇവിടെ മഴയല്ല നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയി വന്ന വിശേഷങ്ങളൊക്കെയാണ്. വിശേഷങ്ങൾ എടുത്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇനി കൂടുതൽ പറയണ്ട, നമ്മളെ വിശേഷങ്ങൾ കാണാം. മരുവന്റെ വർഷാപ്പ് മരുവന്റെ കടയുടെ ഉദ്ഘാടനം ഞങ്ങൾ എത്താൻ നേരം വൈകി. ഞങ്ങളിത് മുറിക്കൊന്നും കാണിച്ചില്ലല്ലേ? കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തത് ഇവിടെ ആരൊക്കെ വീഡിയോ നമുക്ക് റബ്ബറിട്ടുള്ളതുകൊണ്ട് നേരം വൈകി. ഇപ്പൊ 2 വീലർ വർക്ക്ഷോപ്പ് അതാണ് SP. അതല്ല പിന്നെ സ്ഥലം പറഞ്ഞു എവിടെ? പാലാടാണ്. എടക്കര പാലാട്. എടക്കര പാലാട് ടൗണിൽ തന്നെ. പാലാടിക്ക് തിരിയണ വർത്തല്ലത്. ഇതാണ് പാലാട് അറിയണ. ഇത് പാലാട്. പിന്നെ ആ റോഡങ്ങടാ തിരിയണേ? മാമാങ്കട. മുന്നേ കാണിക്കാം. അതിന് ഒന്നും പറയില്ലല്ലേ? മരുവന്റെ കട തുടങ്ങിയ പുതിയത്. എന്റെ കടയുടെ പേര് പറയില്ലല്ലോ. 2 വീലറല്ലേ? പാലാട്. അതാണ് എൻ്റെ അളിയന്. കണ്ട സന്ധ്യന്റെ ഭർത്താവ് അളിയൻ. അങ്ങനെ ആരും കണ്ടിട്ടില്ലതാ. ഞാൻ നോക്കില്ല. ആരാണ്? അതാരാ? എല്ലാരും ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരം വൈകി. ഇപ്പൊ വീട്ടിൽ പോലെ എന്റെ വീട്ടിൽ പോവാ. എന്നോട് എന്റെ വീട്ടിൽ പോലെ സ്ഥലല്ലേ? അതേപോലെ മഴ ചെയ്തിട്ടുണ്ടോന്നല്ലേ? ഇന്നെ വീടട്ടത്. പുതിയ വീടുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇല്ല, അമ്മേനെ കൊണ്ടുവന്നില്ല. ഇല്ല അപ്പൂസും വന്നില്ല. ക്ലാസ് ഉണ്ട്. വീട് പണി കയറിയിട്ടുള്ളൂ. തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ വാടക വീട്ടിലാണ്. വേറെ കുടുംബക്കാരെ വീട്ടിലല്ലേ? ഇതൊക്കെ ഓരോ മാമേന്റെ ഒക്കെ വീടാണ്. എല്ലായിടത്തേക്കും പോകാൻ നോക്കട്ടോ. അയ്യോ ഓടിയിട്ട് കാര്യമില്ലതാ.
പട്ടിയുണ്ട്, സൂക്ഷിക്കുക. പട്ടിയുണ്ട്. അല്ല ഇതിലല്ലേ ഇതെന്താ കൂട് ഇത്ര വലുത്? ഇതെന്തിനാ ഇതാ ഉണ്ടാക്കണതാ? ഇതാ തീറ്റ് വെച്ചുകൊടുക്കാൻ. അത് ആടിനെതിരല്ലോ. ഇതുണ്ടോ ഇത്ര പോകുന്ന ഡോറല്ലേ? അതാണ് പട്ടി കോഴിക്ക്. അപ്പൊ ഇനി നമ്മള് അടിപൊളി എന്താണ് മന്തി ഉണ്ടാക്കാൻ പോകുന്നപ്പോ തന്നെ നമ്മളെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ പോയതാണ്. നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോ മന്തിന്റെ അരിയും കൊണ്ട് വന്നെ വെള്ളത്തിൽ അത് കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് പോവാനല്ലേ. ചെറിട്ട് പോയ പോലെ നാളെ പോണം. എന്താ ഇന്ന സ്പെഷ്യല് വേറെ? അല്ല ഇപ്പൊ എന്താ സ്പെഷ്യല്? പൊറാട്ട ചിക്കൻ. അപ്പൊ ഇനി സന്ധ്യ എങ്ങനെ മന്തി ഉണ്ടാക്കണ കാണാൻ മക്കളെ. ഞാൻ വീട്ടിലുണ്ടാക്കും. അതേപോലെ ഉണ്ടാക്കിയാ മതി. മന്തിന്റെ പിന്നെ നമുക്ക് ചായ അടിക്കല്ലേ ഫസ്റ്റ്. മോനോ വാ. രസം മതി 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 മതി. മോനു വാ. പൊറോട്ട ചിക്കൻ അവിടെ ഇരുന്നോ. മോന് എന്നാ പോന്ന ആളല്ലേ? മോന് ഇപ്പൊ എന്താ ലീവ് കിട്ടി? എനക്ക് ലീവ് സാധാരണ കിട്ടല്ലോ. കഴിക്കല്ലേ? ഷിജി ഉണ്ടാക്കാൻ കൊണ്ട മന്തി ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ജൂലി അതിന്റെ അടുത്തേക്കെല്ലാം പേടിയാണ്. അതിന്റെ അടുത്തേക്ക് നല്ല അടിപൊളി സ്ഥലല്ലേ അവിടെ. അല്ലേ റബ്ബർ മിസ് ചെയ്താട്ടെ. റബ്ബർ ഷീറ്റ് അടിക്കണ മെഷീന്. രസം. എന്താ അതിന്റെ പേര് അറിയാം? ആ കായന്റെ പേര് കാപ്പി ഉണ്ട്. പിന്നെ വേറെ അപ്പുറത്തില്ല ഒന്ന് വേറെ. അത് ഇതാണ് പുളിക്ക് പകരം ഇടണേ കൊടംപുളി. അത് ഉണ്ടാവണുള്ളൂ. പച്ചയാണ്. പഴയ ഇതിന്റെ ഓർമ്മയിലല്ലേ ഇവിടെ നിക്കുമ്പോ? പഴയ വീടില്ല. പഴയ വീട് തന്നെയാണത്. പിന്നെ ഇവർക്ക് പശുക്കളെ കണ്ടിട്ട് അപ്പൊ വെള്ളമൊക്കെ കാടിവെള്ളം. അപ്പൊ നമ്മളെ മന്തിന്റെ പരിപാടി തുടങ്ങാൻ സന്ധ്യച്ച് ഇതങ്ങനെ ഭയങ്കര പണിയിലാണ്. സന്ധ്യച്ച് സ്പെഷ്യല് മന്തി എല്ലാരും കൂടി തരണം. ഞാൻ കൂടിത്തരണോ? അല്ലെങ്കിൽ അറിയാലും വീട്ടിലാവുമ്പോഴല്ലേ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നുകൊണ്ട് ഉണ്ടാക്കുമ്പോ ഇവിടെ വന്ന ആളാകുമ്പോ ഒരു പേടി. എന്താ പേടി? നമ്മളെ വിടുന്നല്ലേ. ഇവിടെ ഞാൻ വന്ന ഞാൻ തന്നെ ഉണ്ടാക്കുക. പക്ഷെ പ്രവീണിനൊക്കെ കാട്ടിയാലും ഇഷ്ടമാണ്. ഇറച്ചിയായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്ടം. അതുകൊണ്ട് ഉണ്ടാക്കാണ്. അപ്പൊ മന്തിക്ക് വെള്ളം വെച്ചതാണ്. അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പൊ കുറച്ച് മന്തിന്റെ ഒരു സ്മെല്ല് അടിച്ചാൽ മതിക്കല്ലോ. അതുകൊണ്ട് പിന്നെ ചിക്കനും പൊറാട്ടയൊക്കെ തിന്നോണ്ടിപ്പോ അതിന്റെ ആവശ്യമില്ല. പൊറാട്ട ഒരെണ്ണം കേട്ടോ. ഒന്ന് ഞാൻ ഫുള്ളാക്കിയിട്ടില്ല, ഒരു മുക്കാ ഭാഗം. കാരണം വീട്ടിൽ നിന്ന് ദോശ 2 എണ്ണം തിന്നിട്ടാ പോകുന്നത്. അപ്പൊ അത് മാങ്ങി ഞാൻ റബ്ബറട്ടി വന്നപ്പോ മാങ്ങ കൊടുത്തല്ലേ. അതെ വാങ്ങണ്ടോ? തോട്ടത്തിൽ ഇഷ്ടം പോലെ മാങ്ങണ്ട്. ഞാനൊന്ന് വണ്ടിന്ന് വാങ്ങെടുത്ത് ഛർദിക്കാൻ വരുന്നത് ഇങ്ങനെ അതിന്റെ നീര് ഇങ്ങനെ വയലാക്കിട്ടാ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വയറില് അത്യാവശ്യം ഉണ്ട് പൊറാട്ടയും. അപ്പൊ വയറ് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊരു കനം വയറില് ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പൊ റെസ്റ്റോടൊക്കെ കിടക്കുക. നമ്മളാണ് മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മന്തിയായി തിരിഞ്ഞിട്ടാണ്. വെള്ളം വെച്ചു, പട്ടയും പൂവിട്ടു, ഉപ്പിട്ടു, ഞാൻ തിളച്ചിട്ടേക്ക് ഈ അരി കഴുകിടും. മണിക്കൂറൊക്കെ ആയിണ്ടാവും. തിരക്കായിട്ടേ കുട്ടികളെ ഇന്നുന്റെ അമ്മ ഉണ്ട് അവിടെ. ഇന്നുന്റെ അമ്മ ഇതെവിടെയും പോയല്ലോ. പോണം. ആ കുട്ടീനെ ഇപ്പൊ കാണിക്കട്ടെ നമുക്ക്. എന്താ ചിക്കന്റെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് ജോലിക്ക് വെച്ചതാണ്. ജോലിക്കും തരുമോക്കും
ആ ഐസ് വെള്ളം എവിടെ വന്നാലും ഉണ്ടാവും സ്റ്റോക്ക്. എത്ര അരി വെക്കണം? എന്ത് എത്ര കിലോ അരി വെക്കണേ? 1.5 1 കിലോ തന്നെ നല്ല ഉണ്ടാവില്ലേ ചോറ്? മഞ്ഞരിയ വാങ്ങിയപ്പോ അത് നല്ല അതോടെ ഇഷ്ടംപോലെ കിട്ടില്ല. കടിക്കാം ഫസ്റ്റ്. ഇന്നോ ആ വാതിൽ തുറന്നോ? ലേറ്റില്ല. മാതളി നാരങ്ങ. മാതള നാരങ്ങ. വെള്ളം തിളച്ചിട്ടുണ്ട്. അടുപ്പില് കുട്ടിയെ ഇത് ഇരുമ്പത് ഇത് ഓഫാക്കിയോ? ചൂടുണ്ടല്ലോ. അത് ചൂട്. അതാണ് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ അടുപ്പ്. ഇരുമ്പിന്റെ അടുപ്പാണ്. നമ്മളെ പഴയ അടുക്കളേന്റെ പോലെ കൊണ്ടാ അല്ല അടുക്കള നല്ല സ്ഥലമുണ്ട്. സാധിക്കും. സാധിയേ നമുക്ക് ജീരകള്ളായോ? അതാ വെച്ചിട്ട് തിരക്ക് കൂടെ മിച്ചല്ല. അപ്പൊ നമ്മള് വെള്ളം തിളച്ചിട്ടുണ്ട് അരിയിട്ട് ഇങ്ങനെ അമ്മേന്റെ അതേപോലെ പറഞ്ഞു. ഇങ്ങനെ എന്താണ് കണ്ട എല്ലാരും പറയും നല്ല വെപ്പിച്ചുണ്ട് നിച്ചണ്ടായിട്ട് നല്ലത് അങ്ങനെ വെക്കുക. ഒരു പാട്ടും പാടാ അവിടുന്ന്. സന്ധ്യയുടെ ഭർത്താവിനെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അല്ലേ? നമ്മൾ കണ്ടല്ലോ. ആ ചോദിച്ചിരുന്നില്ല. ഇന്നലെ വന്നിട്ടേ ഇന്നലെ വന്നിട്ട് സന്ദേശിന്റെ ഭർത്താവ് എവിടെ അളേനോടെ ചോദിച്ചു. അപ്പൊ ഇന്ന് കണ്ടില്ല നീല ഷർട്ട് ഇട്ടിട്ട് അതാണ് കേട്ടോ. പക്ഷെ എന്താന്നറിയോ ആള് പണിക്ക് പോകും. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പണിക്ക് പോകും. ഞാൻ റിപ്ലൈ കൊടുത്തേന്നു. ഷെഡിലാണ് പണി. അപ്പൊ അത് കാരണം ഫർണിച്ചറിന്റെ ഒക്കെ അപ്പൊ അങ്ങനെ പോകുമ്പോ ആള് വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇന്ന് പിന്നെ മണി വർക്ക് ഷോപ്പിന്റെ ഉദ്ഘാടനമൊക്കെ ആകുമ്പോ പിന്നെ അവിടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കണ്ടില്ലേ ഞാൻ അറിയിക്കില്ല. വെള്ളം തിളച്ചേക്ക് നമ്മൾ അരിയിട്ടുണ്ട്. വെക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ഒരു വെപ്പ്. വെക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ഒരു വെപ്പ് വെക്കുകയാണ്. പക്ഷെ ഇവിടെ എന്നായിരിക്കും കുഴപ്പമില്ല. ഞാൻ എങ്ങനെ വെച്ചാലും ആരും ഒന്നും പറയില്ല. എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഉണ്ടായിരുന്നു കൊളാക്കല്ലേ? ഇന്നലെ ഞങ്ങൾ ഇതിനൊരു ഉരുളിച്ചാട്ടി ചിക്കൻ ഉണ്ടാക്കിയില്ല. ഇറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ. ഇതിന് 1.5 ഡബറ ചിക്കൻ. പൊറോട്ടയ്ക്കായി അങ്ങനെ ഇന്നത്തെ ചിക്കൻ സൂപ്പർ. കുരുമുളകിന്റെ പൊടിയൊക്കെ ഉണ്ടാക്കിയത്. കൊടംപുളിന്റെ മരം. കൊടംപുളിന്റെ മരം അതാ ഉണ്ടല്ലോ. സാധനം കുറെ ഉണ്ട് ടൈമില്. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആയിട്ടില്ല പറഞ്ഞില്ല. അത് മൂത്തിട്ടില്ല. മഞ്ഞ നമ്മളെ പറിച്ചുണക്കുക. അവിടെ ഉണ്ടല്ലോ ഒരു മരം. അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ കുറെ ഉണ്ട് അതിന്റെ മരങ്ങള്. പക്ഷെ നമ്മളവിടേക്കൊന്നും ഇല്ല. അപ്പൊ അടുക്കള പോയേക്കാം. സന്ദേശിന്റെ സ്പെഷ്യല് ആയോ? അമ്മര് ഹായ് പറഞ്ഞേ ഇതില്. ആ അമ്മയോട് നിങ്ങളോട് അതാണ്. ഇത് ഊറ്റിക്കണ്ടേ ഇപ്പൊ? ഇത് കുറച്ച് പോവും ചെയ്യില്ലേ പിന്നെ? അയ്യോ ഉള്ളരി വന്നിട്ടുണ്ട്. അപ്പൊ പോരെ ഉള്ളി കാട്ടൊക്കെ കേട്ടോ. കഴിഞ്ഞ സംഭവം റെഡിയായോ? ഇതില് ചിക്കൻ വെച്ചിട്ട് നേരത്തെ ചോറില്ല. അത് ഊറ്റിക്കളാം. ആ കൊട്ടക്കലി പീരിയുണ്ട്. അതന്നെ വട്ടത്ത് കറങ്ങണ്ട്. തക്കാളി അടിച്ചോ മന്തിന്റെ ചോറ് അരി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഊറ്റിയിടുകയാണ്. എന്നിട്ട് എന്താണ് ചിക്കൻ വെക്കാനായിട്ടാണ് വക്കച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്.
അപ്പൊ എല്ലാരും പറയുന്നത് ഇവര് എന്റെ കുട്ടിയൊന്നും ഇത് അങ്ങനെ ഉള്ളി വാട്ടൂല മന്തി ഉണ്ടാക്കും വെജ് വാട്ടു ചേച്ചി ഉള്ളി വാട്ടുമല്ലോ. ഉള്ളി ഓല് പറയൂല അതിന് ഓരോരുത്തരും ഓരോ പറയും. ഞാൻ നല്ലോണം ഉള്ളി നല്ലോണം വാട്ടും. സൺഫ്ലവറിൽ ഉള്ളി നല്ലോണം തക്കാളി പേസ്റ്റ് ആക്കിയാണ്ട് ആ പേസ്റ്റ് വെക്കും. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും പേസ്റ്റ് ആക്കിയാണ്ട് അത് നമ്മൾ സാധാ ചിക്കനിൽ വാട്ടണം മരുന്നിട്ട് പിന്നെ കപ്സയുടെ പൊടിയിലിട്ടുണ്ട് ഇളക്കിയിട്ട് വെന്തിട്ട് പകുതി വെവുമ്പോൾ ഈ ചോറ് അതിന്റെ മേലേക്ക് ദമ്മിടും. അങ്ങനെ ഇടുക. നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം. അപ്പൊ നമുക്ക് രസം ഉണ്ടോ നോക്കുക. അതന്നെ രസമല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വേറെ മാറ്റി പിടിക്കാം. ഇതാണ് സൺഫ്ലവർ കഴിഞ്ഞ് ഇതാണ് സൺഫ്ലവർ. നമ്മളെപ്പോഴും വർത്താനം പറഞ്ഞിരുന്നു ഇനി അപ്പഴേക്ക് എല്ലാരെയും കാണുമ്പോ എപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പഴേക്ക് ഇതിപ്പോ വേണ്ട സമയമായിട്ടുണ്ട്. എന്താ മോട്ടർ കേടറിന് ആദ്യമായിട്ടല്ലേ നമ്മളെ വീട്ടില് വെള്ളം ഒന്നും നടക്കൂല. എന്റെ കയ്യില് ഷിജീന്റെ അതേ മറ്റനോടൊക്കെ ഒരു കുപ്പി തവിടെ ഒരു മുപ്പ അല്ലാതെ എന്താ കാട്ടുന്നത്? അപ്പൊ മന്തി വെക്കുമ്പോല്ലേ കറക്റ്റ് ആക്കി വെക്കാൻ ഇത് പറ്റില്ല. അപ്പൊ ചില ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഓരോ തിരക്ക് കാരണം നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയില്ല. ചിക്കൻ ഒന്ന് വേവട്ടെ കേട്ടോ. ചിക്കനൊക്കെ ഇട്ടില്ലല്ലേ സാധനങ്ങളും? എല്ലാം ഇട്ടു. അല്ല ചിക്കനിലാണ് നമ്മൾ ഇതൊക്കെ ഇടാ. എന്ത് ഈ മസാലകളൊക്കെ മസാലകളൊക്കെ ചിക്കൻ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അല്ല കുരുമുളകിന്റെ പൊടിയാ ചേർക്കുന്നത്. കുരുമുളകില്ല. ആ പൊടി മതി. പിന്നെ ഈ പച്ചമുളക് ഉണ്ടാവും. പച്ചമുളക് ഉണ്ട്. ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട്. കത്തി തിരിച്ചോടി എന്തോ കത്തി മൂർച്ചാട്ടുണ്ട്. ചോറിട്ട് കൊടുക്കല്ലേ. ഒരു കളർ ചേർക്കാൻ തോന്നി. ചേർക്കണോ? നമുക്ക് പിന്നെ വേണ്ട. അല്ലാതെ തന്നെ കളർ ഉണ്ടാവും. തിരുത്തത്തായിട്ടാവും. നമ്മള് ഭക്ഷണം കഴിക്കണമെങ്കിൽ കളർ വെക്കാൻ പാടില്ല. ഉരുക്കും ഈ കുപ്പി വെന്തുണ്ടല്ലേ ചോറ്. പിന്നെ എന്താ നമ്മള് ഒരു സ്മോക്ക് ചെയ്യില്ലേ ഇങ്ങനെ കണല് പുകട അത് ഇടലില്ലാന്ന്. ഞാൻ ഇടല്ല. നിങ്ങൾ പക്ഷെ മന്തിയൊക്കെ ഉണ്ടാക്കണ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാം. എന്നാലും നമ്മള് വെറുതെ ഒന്ന് കാണിക്കുക. ഇനി കുറച്ചേരം അടച്ചു വെക്കാം. ഇതിന്റെ അടപ്പാട് സാ ഇനി എത്ര മിനിറ്റ് ആണോ? കുറച്ചേരം ഒരു 5 മിനിറ്റ് കടന്ന് കിടന്നോട്ടെ. നമുക്ക് ചോറിനുള്ള ഇവിടെ സമയം. നല്ല പാത്രങ്ങളുണ്ട്. നെയ്ച്ചോറ് വെക്കാനും ചിക്കൻ വെക്കാനും ബിരിയാണി വെക്കാനൊക്കെ ഉള്ളിയും മറ്റച്ചെമ്പുകളും അടപ്പുകളും ചട്ടുകല്ലതുണ്ട്. ഒന്ന് കുറച്ചേരം കഴിയട്ടെ. മന്തി റെഡി. സന്ധ്യ സ്പെഷ്യൽ. സന്ധ്യ കുറച്ച് പണിയില്ല. ഇവിടെ ലേറ്റ് ഇല്ല. ഇപ്പൊ ഷിജി പറഞ്ഞോടേ ഇതില് വെള്ളം. അപ്പൊ എന്താ പറയാ, ഞാൻ നാളെ നാട്ടിലും വെള്ളം. പക്ഷെ ഈ വെള്ളം ഇതില് വറ്റുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ആ ചിക്കനില് കുറച്ച് ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. സാറല്ലേ അടിപൊളിയല്ലേ? എന്താ പറയാ, ഇജ്ജ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്താ നോക്കണം. പറയാനൊരു താമസം. എരുവോ കുട്ടിക്ക് എരിയോ മുന്നിൽ കഴിക്കാം. എരുണ്ട്? കുരുമുളകിന് എരിവാണോ? എരുണ്ട്? കുട്ടി മോളിന്ന് മാറ്റിച്ചല്ല.
അപ്പൊ എന്നാ കഴിക്കല്ലേ പോവാനായി. അപ്പൊ നമുക്ക് പോണം കഴിക്കാനുള്ള 2 മണി 2:30 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. പുലർന്നത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാരും ചോറിലും കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അടിപൊളിയായി. അപ്പൊ എന്നാ പോവാണ്. നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.